ശാന്തമായ അന്തരീക്ഷത്തിനകത്ത് നിങ്ങളുടെ ഇരു കരങ്ങളും പറ്റുമെങ്കിൽ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി. ഇത് എൻ്റെ വാഗ്ദത്തത്തിൻ്റെ സമയമാണ്. ഇതെൻ്റെ വാഗ്ദത്തത്തിൻ്റെ മിനിറ്റാണ്. എന്തോ നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ഇത് നിങ്ങളുടെ വാഗ്ദത്തങ്ങളുടെ മിനിറ്റാ. കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാട്ടെ. ഇത് നിങ്ങളുടെ വാഗ്ദത്തങ്ങളുടെ മിനിറ്റുകളാ. ഇത് നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ തുറക്കുന്ന മിനിറ്റുകൾ. ഒരു പാട്ടിനെക്കാട്ടിലപ്പുറമായി ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കരങ്ങളിൽ തൊടുന്നു എന്ന് അത് ഫീൽ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ, അത് ഫീൽ ചെയ്യുവാൻ കഴിയുന്നെങ്കിൽ, എനിക്കറിയാം ഈ മിനിറ്റിൽ ചില വാഗ്ദത്തങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയാത്തതിലപ്പുറമായ ചില ദൈവപ്രവർത്തികളെ, പ്രതീക്ഷിക്കാൻ കഴിയാത്തതിലപ്പുറമായ ചില വാഗ്ദത്തങ്ങളെ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവത്തിന് തുറക്കാൻ കഴിയുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, ആത്മാവിൽ ആരാധിച്ചു തുടങ്ങിക്കേ. ഞാൻ വന്നതുപോലെയല്ല, ഞാൻ വന്നതുപോലെയല്ല. എന്റെ സ്ഥിതികൾ ഇപ്പോൾ മാറാൻ തുടങ്ങുകയാ. ഞാൻ വന്നതുപോലെയല്ല, വലിയൊരു ഭാരമായിട്ടാ ഞാൻ കയറി വന്നത്. പക്ഷെ ഇന്ന് പകൽ നിന്നെ ഫ്രീ ആയി അയക്കുന്ന ഒരു അഭിഷേകം, നിന്നെ സ്വസ്ഥമായി അയക്കുന്ന ഒരു അഭിഷേകം ഇതിനകത്ത്. കർത്താവേ, ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള നിമിഷങ്ങളിൽ വലിയ ദൈവപ്രകർച്ച ഞങ്ങളുടെ നടുവിലായിരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ശാന്തമായ ദൈവസന്നിധിയിലാണ്. ആമേൻ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീസസ് ഏസ് റിവൈവൽ പോർട്ടലിൻ്റെ വ്യാഴാഴ്ചത്തെ മീറ്റിങ്ങിൻ്റെ ആദ്യത്തെ മീറ്റിംഗാണ്. നമ്മൾക്ക് എല്ലാ മാസവും ഫസ്റ്റ് സാറ്റർഡേ ആയിരുന്നു YWC ഹാളിൽ വെച്ച് മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ കർത്താവിൻ്റെ നിയോഗത്താൽ ഇങ്ങനെ ഒരു ആലയം നമുക്ക് ദൈവം നൽകി തന്നു. മാവേലിക്കരയിൽ ഇനിയുള്ള എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് മീറ്റിംഗ് നടക്കുന്നത്. സൺഡേ ഈവനിങ്ങിൽ 4 മണി മുതൽ സർവീസ് നടക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക. കടന്നു വരുവാൻ താല്പര്യമുള്ളവരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക. വിശേഷാൽ ഈ മീറ്റിങ്ങിനെ ഓർത്ത് നിങ്ങൾ പ്രത്യേകാൽ പ്രാർത്ഥിക്കുക. എല്ലാ വ്യാഴാഴ്ചയും 10:30 ഹാളിൽ മീറ്റിംഗ് നടക്കുന്നു. അതിനുശേഷം ഞങ്ങൾ ഓഫീസിലുണ്ടാകും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സമയങ്ങളെ വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം കർത്താവ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് പറഞ്ഞൊരു പദമാണ്, ഇതെൻ്റെ വാഗ്ദത്തത്തിൻ്റെ സമയമാണ്. 2025 നമ്മളെ വിട്ടു പോകുവാൻ ഏതാനും ദിവസങ്ങൾ കൂടെ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. ഒരു പക്ഷേ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളോ അല്ലെ 2-3 ആഴ്ചകളോ മാത്രം ബാക്കിയുള്ളപ്പോൾ ഒന്ന് പറയാമോ, ഇതെൻ്റെ വാഗ്ദത്തത്തിൻ്റെ സമയമാണ്, ഇതെൻ്റെ വാഗ്ദത്തത്തിൻ്റെ സമയമാണ്. ചില ദൈവശബ്ദങ്ങളെ കയറി പിടിക്കുവാൻ, ചില ദൈവശബ്ദങ്ങളെ കയറി പിടിക്കുവാൻ ദൈവം നമുക്ക് പ്രത്യേക നിയോഗങ്ങളെ തരികയാണ്. ഒരു
കേട്ട ഒരു ദൈവ ശബ്ദവും മിസ്സായി പോകരുത്. ആമേൻ. 25 നിങ്ങൾ കേട്ട ദൈവ ശബ്ദം കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ പറഞ്ഞതുപോലെ 26 പ്രോസ്പോണ്ട് ചെയ്യരുത്. ആമേൻ. നമ്മുടെ കാരണം കൊണ്ട് മുന്നോട്ട് നീങ്ങരുത്. ഹല്ലേലൂയ. ദൈവം പ്രത്യേകമായ ചില സമയങ്ങളിൽ വേഗത്തിൽ നമ്മളെ വാഗ്ദത്തവുമായി കണക്റ്റ് ആക്കും. ചില പ്രത്യേക ടൈമിൽ വേഗത്തിൽ. മോശ യിത്രോവിന്റെ വീട്ടിൽ ഇരിക്കുക. വലിയൊരു വാഗ്ദത്തം, വലിയൊരു ദൈവശബ്ദം തൻ്റെ മേൽ കിടപ്പുണ്ട്. ഒരു ജനറേഷനെ മുഴുവൻ പുറത്തു കൊണ്ടുവരും, അല്ലെ ഒരു ജനതയ്ക്ക് നേതൃത്വം വഹിക്കുമെന്നുള്ള വലിയ വാഗ്ദത്തം തന്നിൽ കിടക്കുമ്പോൾ താൻ ആ വാഗ്ദത്തത്തിലേക്ക് കടക്കുവാൻ കഴിയാതെ, അല്ലെ ആ വാഗ്ദത്തം ഉടനെ കാണുമോ എന്ന് പോലും അറിയാതെ അമ്മായിയപ്പൻ്റെ വീടിനകത്ത് താനായിരിക്കുക. പക്ഷെ പെട്ടെന്ന് തൻ്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം ചലിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. മോശേ, നിന്റെ വാഗ്ദത്തത്തിന്റെ സമയത്തിലേക്ക് എന്തോ പരിശുദ്ധയാത്മാവ് ഇന്ന് പകൽ ആരോടോ പ്രവചിക്കുകയാ. ഇരിക്കുന്ന സാഹചര്യത്തിനകത്ത് നിന്ന് ഇന്ന് പരിശുദ്ധയാത്മാവ് നിങ്ങളോട് പ്രവചിക്കുന്നു. ഓ, ഫാസ്റ്റായ ഒരു ദൈവപ്രവൃത്തി കാണാൻ റെഡിയാകാൻ, ഫാസ്റ്റായ ഒരു ദൈവപ്രവൃത്തി കാണാൻ. ഇന്നലകളിൽ നീ ഒളിഞ്ഞിരുന്നിടത്ത്, ഇന്നലകളിൽ മറഞ്ഞിരുന്നിടത്ത്, ഇന്നലകളിൽ നിന്നെ മറച്ചു വെച്ചിടത്ത് ആത്മാവിന്ന് പ്രവചിക്കുകയാണ്. ഇത് നിന്റെ സമയമാണ്, ഇത് നിന്റെ സമയമാണ്. നീ എഴുന്നേൽക്കുന്ന സമയം. എന്റെ മുന്നിലിരിക്കുന്ന ഏതൊക്കെയോ ദൈവജനത്തോട്, എന്റെ മുന്നിലിരിക്കുന്ന ദൈവദാസിമാരോട്, ദൈവദാസന്മാരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. ഹല്ലേലൂയ. 2025 പൂർത്തീകരിക്കുന്നതിന് മുന്നമേ പരിശുദ്ധയാത്മാവ് പ്രവചന ശബ്ദമായി നിന്നോട് കൈമാറുന്നു. എഴുന്നേൽക്കുക. ഹല്ലേലൂയ. എഴുന്നേൽക്കുക. ഇവിടെ നിനക്ക് എന്താ കാര്യം? ഇതിനകത്ത് നിനക്ക് എന്താ കാര്യം? നിന്റെ സീസൺ തുടങ്ങുകയാണ്, നിന്റെ സീസൺ തുടങ്ങുകയാണ്. നീ ഉപയോഗിക്കപ്പെടാനുള്ള സമയമായി. നീ എവിടേക്കോ നിൽക്കുവാനുള്ള സമയം. അഭിഷേകനെ പരിശുദ്ധയാത്മാവ് പ്രവചിക്കുന്നല്ലോ. എഴുന്നേൽക്കുവാനുള്ള സമയമാണ്, എഴുന്നേൽക്കുവാനുള്ള സമയമാണ്. ഒതുങ്ങി പോയിടത്ത്, ക്ഷീണിച്ചു പോയിടത്ത് ആത്മാവ് എഴുന്നേൽപ്പിക്കുന്ന ഇത് നിങ്ങളുടെ സീസൺ. നീ വാഗ്ദത്തവുമായി അടുത്തു വരികയാ. ഇന്ന് ആരോടോ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, നിങ്ങൾ വാഗ്ദത്തവുമായി ഏറ്റവും അടുത്ത മണിക്കൂറുകളിലാണ്. നിങ്ങൾ വാഗ്ദത്തവുമായി ഏറ്റവും അടുത്ത മിനിറ്റിൽ എത്തി നിൽക്കുകയാ. ഹല്ലേലൂയ. വാഗ്ദത്തവുമായി നിങ്ങൾ ഏറ്റവും അടുത്ത മിനിറ്റുകളിലേക്ക് വന്ന് നിൽക്കുകയാ. ഹല്ലേലൂയ. ആ സമയത്ത് ഇരിക്കുന്ന സാഹചര്യത്തെ ചിന്തിക്കുന്ന, ഹല്ലേലൂയ, ആയിരിക്കുന്ന പ്രതികൂലത്തെ കാണുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാ, നിനക്കിവിടെ എന്താ കാര്യം? നിനക്കിവിടെ എന്താ കാര്യം? നിനക്കിവിടെ എന്താ കാര്യം? നിന്നെ കൊണ്ട് എനിക്ക് ചിലത് ചെയ്യിപ്പിക്കാനുണ്ട്, നിന്നെ കൊണ്ട് എനിക്ക് ചിലത് ചെയ്യിപ്പിക്കാനുണ്ട്. എഴുന്നേൽക്കുക. വാഗ്ദത്തത്തിൽ കയറി പിടിക്കേണ്ട ആരൊക്കെയോ ഇന്ന് സ്വർഗത്തിലെ ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാ. വാഗ്ദത്തത്തിനകത്ത് കയറേണ്ട ആരെയോ സ്വർഗത്തിലെ ദൈവം ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ പരിശുദ്ധയാത്മാവ് ഇനിയുള്ള ചില മിനിറ്റുകളിൽ തൊടാൻ തുടങ്ങുകയാ. ഇനിയുള്ള ചില മിനിറ്റുകളിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ തൊടാൻ തുടങ്ങുകയാ. ഇന്ന് പകൽ നീ വന്നതുപോലെയല്ല. ഈ സ്റ്റെപ്പ് കയറിയപ്പോ ഒരു വലിയ വെയിറ്റുമായിട്ടാണ് നീ വന്നത്. പക്ഷെ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം നിന്നെ ഫ്രീ ആയി വിടുന്ന
പ്രാപിച്ച ഒരു വലിയ അഭിഷേകം യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ അഭിഷേകം തുറക്കുന്നു. ദൈവാത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ 12-ാം മാസം നിന്റെ സ്ഥിതി മാറുകയാ. ഈ 12-ാം മാസം നിന്റെ സ്ഥിതി മാറുകയാ. നീ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ നിന്റെ വീടിന്റെ അന്തരീക്ഷം തിരിയുന്നു. പ്രാപിച്ചോ യേശുവിന്റെ നാമത്തിൽ. ആരുടെയൊക്കെയോ മേലിൽ അഭിഷേകത്തിന്റെ പകർച്ചകൾ സംഭവിക്കുന്നു. നിന്നെ തമ്പുരാൻ ഓടിച്ച് ഇതിനകത്ത് കയറ്റിയത്, നിന്നെ ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നത്, ദൈവത്തിന് നിന്നെ തിരിക്കാനുണ്ട്, ദൈവത്തിന് നിന്നെ പണിയുവാൻ. നീ കയറി വന്നതുപോലെയല്ല. ദൈവം നിങ്ങളുടെ ലൈഫിനകത്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാ. എന്തോ പദം തന്നെ പരിശുദ്ധാത്മാവിനോട് പിന്നെ നിർബന്ധിക്കുന്നു. വാഗ്ദത്തത്തിന്റെ പീക്ക് ടൈമിലാ നീ എത്തി നിൽക്കുന്നത്. വാഗ്ദത്തത്തിന്റെ പീക്ക് ടൈമിലാ നീ എത്തി നിൽക്കുന്നത്. അത് നിന്നെ കാണിക്കത്തില്ലെന്ന് പറയുന്നു. 1000 ശക്തികളെ ചാടിക്കടക്കുവാൻ, അതിന്റെ മേൽ ജയിച്ചു കയറുവാൻ, അതിന്റെ മേലോ ഹല്ലേലൂയ. അബിച്ചോരലരഗദരിയാദേ ഒരു വേദഭാഗം ഒന്ന് വായിച്ച് വേഗത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ എടുത്തു വരാം. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വേദഭാഗം. ഹല്ലേലൂയ. വായിച്ച കുറിവാക്യം ഇങ്ങനെ വായിക്കുന്നു: പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. അടുത്ത വാക്യം കൂടെ ഞാൻ ചേർന്ന് വായിക്കുകയാണ്. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് ആ പദം മനസ്സിലായി? രാത്രിയുടെ 4-ാം യാമത്തിൽ, രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. യേശു പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നീ എനിക്ക് മുൻപായി നീ അക്കരയ്ക്ക് പോകാം, നിങ്ങൾ പൊക്കോ. യേശുവിൻ്റെ കൂടെ ഇരുന്നപ്പോൾ ഇവർക്ക് പ്രയാസങ്ങളൊന്നുമില്ല, ഇവർക്ക് പ്രതിസന്ധികളൊന്നുമില്ല. പക്ഷേ യേശുവും ഇവരും തമ്മിൽ അല്പം ഒന്ന് അകന്നു കഴിഞ്ഞപ്പോൾ, അല്പം ദൂരത്തായപ്പോൾ വലിയ പ്രതിസന്ധി അവരുടെ ജീവിതത്തിനകത്ത് അടിക്കാൻ തുടങ്ങി. ഈ നോക്കിയിരുന്ന ശക്തി ചിന്തിച്ചത്, യേശു വരെ പറഞ്ഞു വിട്ടു, ഇനി ഇവരുടെ ലൈഫിൽ ഒരു ഉടമസ്ഥനില്ല. ഞാൻ അങ്ങനെ അങ്ങ് ചിന്തിക്കുകയാണേ, ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ഇല്ല എന്ന ഈ പ്രതികൂലം ചിന്തിച്ചത്.
പലപ്പോഴും നമ്മളെ കാണുമ്പോഴും ഇതാ ചിന്തിക്കുന്നേ. നിന്റെ പ്രതിസന്ധി കാണുമ്പോൾ, നിന്റെ പ്രതികൂലം കാണുമ്പോൾ നിനക്ക് ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല. ഈ കാറ്റിനകത്ത് നീ ഒറ്റയ്ക്കാ, ഈ പ്രതിസന്ധിക്കകത്ത് നീ ഒറ്റയ്ക്കാ, ഈ തകർച്ചയ്ക്കകത്ത് നീ ഒറ്റയ്ക്കാണെന്ന് പിശാച് ചിന്തിക്കുമ്പോൾ, പിശാചിന്റെ പദ്ധതികളെ തകിടം മറിച്ച്, പിശാചിന്റെ പ്ലാനുകളെ പൊളിച്ചു കളഞ്ഞ പിശാചിന്റെ പ്ലാനുകളെ പൊളിച്ചു കളഞ്ഞ് ആ പദം ഞാൻ ഒന്നും കൂടെ പ്രവചിക്കുകയാണ്. പിശാചിന്റെ പദ്ധതികളെ തകിടം മറിച്ച് നിനക്ക് വേണ്ടി പ്രതികൂലത്തിനകത്ത് ഇറങ്ങി വരുന്ന ഒരു ഉടമസ്ഥനുണ്ടെന്ന് ഇന്ന് ഞാൻ ആത്മാവിൽ ആരോടോ പ്രവചിക്കുന്നു. നിനക്കൊരു ഉടമസ്ഥനുണ്ട്. ആത്മാവിൽ ആരൊക്കെയോടോ പ്രവചിക്കുകയാ, നിനക്കൊരു ഉടമസ്ഥനുണ്ട്. എന്തിനാണെന്നറിയാമോ? പ്രതിസന്ധി വരുമ്പോ, പ്രതികൂലം വരുമ്പോ, കാറ്റടിച്ച് നീ തകരുന്ന സാഹചര്യം വരുമ്പോ, ഹല്ലേലൂയ, അതിനകത്ത് മുങ്ങിപ്പോകാതെ നിന്നെ പിടിച്ചു കയറ്റുവാൻ, അതിനകത്ത് താണു പോകാതെ നിന്നെ പിടിച്ചു കയറ്റുവാൻ നിനക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്നിതിനകത്ത് പ്രതികൂലമായ ചില കാറ്റുകളുമായി കടന്നു വന്ന ആരെയോ പരിശുദ്ധയാത്മാവ് തൊടുകയാ. ചില പ്രതികൂലത്തിന്റെ കാറ്റുകൾ നിന്റെ ജീവിതത്തിന്റെ പടകിൽ ഒന്നു മാറി വീശി അടിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധിക്കകത്ത് നിൽക്കുന്ന, മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ കഴിയാത്ത സാഹചര്യത്തിനകത്ത് നിൽക്കുന്ന ആരെയോ പരിശുദ്ധയാത്മാവ് തൊടുകയാ. ഹല്ലേലൂയ. ഈ കാറ്റിനകത്ത് ഞാൻ വീണു പോകുമോ? ഈ കാറ്റിനകത്ത് ഞാൻ തകർന്നു പോകുമോ? ഈ പ്രതികൂലം എന്നെ അവസാനമാണോ എന്ന് ചിന്തിക്കുന്ന ആരെയോ പരിശുദ്ധയാത്മാവ് തൊടുന്നു. ഇല്ല, ഇതിനകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഇതിനകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ആ ദൈവം നിന്റെ കരത്തിൽ പിടിക്കും. ഭയങ്കര പദമാത്. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാക കൊണ്ട് തിരകളാൽ വലഞ്ഞു. കാറ്റ് പ്രതികൂലവാ. എനിക്കറിയത്തില്ല, ചിലരുടെയൊക്കെ കുടുംബത്തിനകത്തെ കാറ്റിന്ന് ഭയങ്കര പ്രതികൂലമായി അടിച്ചോണ്ടിരിക്കുകയാ. നിനക്കും നീന്താൻ കഴിയാത്തതുപോലെ ചില തിരമാലകൾ കൊണ്ടുവന്ന് നിന്നെ മുക്കിക്കളയുന്ന, നിന്നെ ശ്വാസം മുട്ടിക്കുന്ന ചില തിരമാലകളില്ലേ? നിന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ചില തിരമാലകൾ, നിന്നെ തകർക്കുവാൻ വരുന്ന ചില തിരമാലകൾ. ഇന്നത് ശാന്തമാകുന്ന പകലാ. നീ ഇവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ നിനക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്ന ചില തിരമാലകൾ, നിനക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്ന ചില ശക്തികൾ ഇന്ന് നിന്റെ മുന്നിൽ ആടിയറ. തിരമാലകളാ. ഇവരുടെ ഒറ്റയ്ക്കുള്ള യാത്രയില് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന ചില തിരമാലകൾ. എന്തോ പരിശുദ്ധയാത്മാവനോട് പ്രവചിക്കുന്നു. ചിലരുടെ ഒറ്റയ്ക്കുള്ള യാത്രക്കകത്ത് ആഞ്ഞടിക്കുന്ന ചില തിരമാലകളില്ലേ? ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നറിയാതെ, ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നറിയാതെ, നാഥാ ഇത് കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന ആരെയോ, നാഥാ ഇത് കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന ആരെയോ പരിശുദ്ധയാത്മാവിന് തൊടുകയോ. നിനക്ക് വേണ്ടി ഒരു നാലാം യാമമുണ്ട്. നിനക്ക് വേണ്ടി ഒരു നാലാം യാമമുണ്ട്. ഹല്ലേലൂയ. നാലാം യാമത്തിൽ നിന്നെ വിടുവിക്കാൻ ഒരു ദൈവം. കരയുന്ന മാതാവേ, നിനക്ക് വേണ്ടി ഒരു നാലാം യാമം വെളിപ്പെടുകയാ. കരയുന്ന പിതാവേ, ഹല്ലേലൂയ, കരയുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഒരു നാലാം യാമം വെളിപ്പെടുന്നു. തിരമാലകൾ
തിരമാലകൾ ശാന്തമാകുന്ന ഒരു ദിവസമുണ്ട്. ഈ തിരമാലകൾ ശാന്തമാകുന്ന ഒരു ദിവസം ആത്മാവാരൊക്കെയോ പ്രവചിക്കുന്നു. ഈ തിരമാലകളൊക്കെ ശാന്തമാകുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ആത്മാവിൽ ആരാധിക്കുന്നുവെങ്കിൽ, നിനക്ക് വേണ്ടി ചിലതിനെ ശാന്തമാക്കി തരുവാൻ, നിനക്ക് വേണ്ടി ചിലതിനെ ശാന്തമാക്കി തരുവാൻ, ഇന്നലകളിൽ മാറിയടിച്ച ചില തിരമാലകൾ, ഇന്നലകളിൽ മാറിയടിച്ച ചില കാറ്റുകൾ, അതിനെ ശാന്തമാക്കുവാൻ, അതിനെ ശാന്തമാക്കുവാൻ ഇന്നിന്റെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്നെന്ന്. യേശു നിർബന്ധിച്ച ഇവരെ പറഞ്ഞു വിട്ടെ. ഹല്ലേലൂയ. ഇന്നും ആരോ നിർബന്ധിച്ചു കൊണ്ടുവന്നതുപോലെ ഇതിനകത്ത് കയറി വന്ന ആരൊക്കെയുണ്ട്? ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ആത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കാൻ പറയുന്നു. നിർബന്ധത്താൽ, മറ്റു വ്യക്തികളല്ല, പക്ഷെ നിങ്ങൾ അറിയാതൊരു നിർബന്ധം അല്ലേ ആൻറ്റി? അറിയാതെ സ്വയമായി ആരോ ഉള്ളിൽ നിർബന്ധിച്ചതുപോലെ. ആമേൻ. അങ്ങനെ കയറി വന്ന് പലരും ഇതിനകത്ത്. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? ഈ തിരമാലകളെ ഒന്ന് അടക്കാൻ, ചിലതിനെ ഒന്ന് ശാന്തമാക്കി തരാൻ കർത്താവിന് നിന്നെ ഇതിനകത്ത് കയറ്റണമായിരുന്നെന്ന്. ഹല്ലേലൂയ. നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുവാൻ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ തിരമാലകൾ നിനക്ക് മുന്നിൽ അടങ്ങുമെന്ന്. ഹല്ലേലൂയ. ചില കാറ്റുകൾ നിനക്ക് മുന്നിൽ അടങ്ങുമെന്ന് നിന്നെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുവാൻ, നിന്നെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുവാൻ. എന്തോ ആരുടെയൊക്കെയോ ജീവിതത്തിലെ ചില തിരമാലകൾ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം ശാന്തമാക്കുകയാ. ആരാധിക്കുന്നവന്റെ മുന്നിൽ ചിലത് മുട്ടുമടക്കുന്ന പകലാണ്. പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ ചിലത് വഴിമാറുന്ന പകലാ. കരമടിക്കാമെങ്കിൽ നന്നായി കരമടിക്ക. ആത്മാവിൽ ആരാധിക്കാമെങ്കിൽ നന്നായി ആത്മാവിൽ ആരാധിച്ചോ. നിന്റെ മുന്നിൽ ചിലത് ശാന്തമാകുകയാ. അഭിഷക്തരെ, പരിശുദ്ധ ആത്മാവ് പ്രവചിക്കുന്നു, നിങ്ങളുടെ മുന്നിൽ ചില തിരമാലകൾ ശാന്തമാകുന്നു. നിങ്ങളുടെ മുന്നിൽ ചിലത് വഴിമാറുകയാ. ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആഞ്ഞാഞ്ഞ് വീശിയ ചില കാറ്റുകളെ ഇന്ന് സ്വർഗത്തിലെ ദൈവം ശാന്തമാക്കുന്ന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില തിരമാലകൾ ശാന്തമാകുന്നു. നിന്റെ വീടിനകത്ത് ആഞ്ഞടിക്കുന്ന ചില കൊടുങ്കാറ്റുകളെ, നിന്റെ വീടിനകത്ത് ആഞ്ഞടിക്കുന്ന ചില കൊടുങ്കാറ്റുകളെ ഇന്ന് സ്വർഗത്തിലെ ദൈവം ശാന്തമാക്കുന്ന. പ്രാർത്ഥിച്ചാട്ടെ. നിനക്ക് വേണ്ടി ഒരു നാലാം യാമം ഒന്ന് പറഞ്ഞേ. എനിക്ക് വേണ്ടി ഒരു നാലാം യാമമുണ്ട്. എന്റെ പ്രശ്നത്തിനകത്ത് ഒരു നാലാം യാമമുണ്ട്. എന്റെ പ്രതികൂലത്തിനകത്ത് ഒരു നാലാം യാമമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പുറത്തു വരുന്ന ഒരു സമയമുണ്ട്. ഞാൻ കണ്ണുനീരിന് നിലവിളിച്ചതിനകത്തു നിന്ന് എഴുന്നേൽക്കുന്ന ഒരു സമയം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഒരു നാലാം യാമം. ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. നിങ്ങൾക്ക് വേണ്ടി ഒരു നാലാം യാമം ഉണ്ട്. ഈ 12-ാം മാസം, ഈ 12-ാം മാസത്തില് ആരുടെയൊക്കെയോ വീടിനകത്ത് ഈ നാലാം യാമം തുറക്കുകയാണ്. ആരുടെയൊക്കെയോ വ്യക്തിപരമായ ജീവിതത്തിനകത്ത്, ആരുടെയൊക്കെയോ ശുശ്രൂഷയ്ക്കകത്ത് ഇന്ന് ഈ നാലാം യാമം വെളിപ്പെടുകയാ. ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ സമയമില്ലേ? രാത്രിയുടെ യാമങ്ങളിൽ ഹല്ലേലൂയ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന സമയമില്ലേ? ആരും കാണാതെ ഒഴുക്കുന്ന കണ്ണുനീരില്ലേ? അതിനകത്ത് ഇന്നൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. നീ പോലും അറിയാത്തൊരു കരം ഇറങ്ങി വരികയാ. നീ പോലും അറിയാത്തൊരു കരം നിന്റെ പ്രശ്നത്തിനകത്ത് ഇറങ്ങി വരുന്ന. ഓ എനിക്കറിയത്തില്ല, ഇന്ന് ആത്മാവിൽ പ്രവചിക്കുന്നു, നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയം, നിനക്ക് ഫേസ് ചെയ്യാൻ കഴിയാത്ത വിഷയം, നിനക്ക് ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ഇറങ്ങുന്നു.
ചില വിഷയത്തിനകത്ത് നമുക്കൊറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. എങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. പിശാച് ചിന്തിക്കുന്നത് ഇവര് കുറെ ദൂരത്തായി, ഇവരിങ്ങ് അകന്നു വന്നു. ഹല്ലേലൂയ. ഇനി ഇവനെ പ്രതിസന്ധിക്കകത്ത് കൊണ്ടുവരാം, അല്ലെ ഇവനെ തകർക്കാം. നിന്നെ നോക്കി, നിന്റെ വാക്തത്വത്തെ നോക്കി, നിന്റെ തലമുറകളെ നോക്കി, ഇത് പറയുന്ന പൈശാചിക മേഖലകളെ നോക്കി ആത്മാവിൽ പറയണമില്ല, എനിക്ക് വേണ്ടി ഒരു 4-ാം യാമമുണ്ട്, എനിക്ക് വേണ്ടി ഒരു 4-ാം യാമമുണ്ട്, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു 4-ാം യാമമുണ്ട്. ഹല്ലേലൂയ. നീ കരയുന്ന വിഷയത്തിനകത്ത് ഒരു 4-ാം യാമമുണ്ട്. ഹല്ലേലൂയ. അതിനകത്ത് ഒരു ദൈവ പ്രവൃത്തി. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകൾ തുടങ്ങിയപ്പോൾ ഇവർക്ക് പ്രശ്നമുണ്ടായേ. ഒരു യാത്രകൾ തുടങ്ങിയപ്പോൾ എന്ന് വെച്ചാൽ നീ എന്തിലേക്കുമൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, നീ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ തുടങ്ങുമ്പോൾ, നീ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങുമ്പോഴാ ഈ കാറ്റ് വരുന്നത്. ഹല്ലേലൂയ. എവിടെന്നാന്നറിയത്തില്ല. ഹല്ലേലൂയ. ഒരു കാറ്റ് വരികയാ. ഹല്ലേലൂയ. തിരമാല വരികയാ. എന്ന് വെച്ചാൽ നിന്നെ ആ യാത്ര പൂർത്തീകരിക്കരുത്, നീ ആ ഡെസ്റ്റിനേഷനകത്ത് എത്തരുത്, നീ ആ വാക്തത്വം ക്യാരി ചെയ്യരുത്, നീ ആ വാക്തത്വം ഹോൾഡ് ചെയ്യരുത്. നിന്റെയോ വാക്തത്വത്തിൻ്റെയും ഇടയിലുള്ള ഹല്ലേലൂയ യാത്രയ്ക്കകത്തടിക്കുന്ന കാറ്റില്ലേ, ഓ ഹല്ലേലൂയ, നീയും വാക്തത്വവും തമ്മിലുള്ള അകലത്തില്, നീയും വാക്തത്വവും തമ്മിലുള്ള ആ ഗ്യാപ്പിനിടയ്ക്ക് നിനക്കെതിരായി വീശുന്ന കാറ്റില്ലേ, ഇന്ന് സ്വർഗം അതിനെ ശാസിക്കുന്ന. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതാ, നിങ്ങളുടെ വാക്തത്വത്തിന്റെ പീക്ക് ടൈമിൽ നിങ്ങൾ എത്തി നിൽക്കുകയാ. ഈ 12-ാം മാസം ഞാൻ ആത്മാവിൽ ആരോടോ പ്രവചിക്കുകയാ. ഇന്നലകളിൽ നിന്റെ യാത്രകളില്, ഇന്നലകളിൽ നിന്റെ ദൂരങ്ങളില് ഹല്ലേലൂയ ഇത് കാണിക്കത്തില്ലെന്ന് പറഞ്ഞത് ഈ 12-ാം മാസം ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. ഇത് നീ പ്രാപിക്കുന്ന മാസമാണ്, ഇത് നീ പ്രാപിക്കുന്ന മാസമാ. ഈ വാക്തത്വങ്ങളെ നീ കൈകാര്യം ചെയ്യുന്ന, ഓ ഇന്ന് പകൽ ആത്മാവ് ആരോടോ പ്രവചിക്കുന്നു, ചില വാക്തത്വങ്ങളെ കൈകാര്യം ചെയ്യുന്ന, നീ ചില വാക്തത്വങ്ങളെ കൈകാര്യം ചെയ്യുന്ന. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽ ദൈവത്തിന്റെ കരം ഇറങ്ങുകയാ. ഇന്ന് പകൽ ദൈവത്തിന്റെ കരം ഇറങ്ങുകയാ. ആത്മാവിൽ ആരാധിക്കുന്നവർ എന്തിനെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ. നിങ്ങളുടെ ലൈഫില് ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് നീ എന്ന് സ്റ്റെപ്പ് എടുത്ത് വെക്കുവോ, അന്നേരം തുടങ്ങും പ്രതികൂലത്തിന്റെ കാറ്റ്. അതൊരു പക്ഷെ രോഗമായിട്ടോ, കഷ്ടതയായിട്ടോ, വീടിനകത്ത് സമാധാനക്കേടായിട്ടോ, ശുശ്രൂഷകൾക്കകത്ത് പ്രതിസന്ധിയായിട്ടോ ഒക്കെ ഹല്ലേലൂയ ചില കാറ്റിൻ്റെ രൂപത്തിൽ മറഞ്ഞിരിക്കുന്ന ചില ശക്തികളുണ്ട്. ഓ ചില കാറ്റിൻ്റെ രൂപത്തിൽ എന്തോ പരിശുദ്ധ ആത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കാൻ പറയുന്നു. ചില കാറ്റിൻ്റെ രൂപത്തിൽ, ചില തിരമാലകളുടെ രൂപത്തിൽ ഹല്ലേലൂയ നിന്റെ വാക്തത്വത്തെ തകർത്തു കളയാൻ പിശാച് അഴിച്ചു വിടുന്ന ചില പദ്ധതികളെ പിശാച് അഴിച്ചു വിടുന്നത് ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം അതിന്റെ ഓ ഹല്ലേലൂയ ഒരു വലിയ 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 ദൈവപ്രവൃത്തി അയക്കുകയാ. തിരമാലകൾ നിനക്ക് മുന്നിൽ വഴിമാറുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിക്കുക. ഓ തിരമാലകൾ നിനക്ക് മുന്നിൽ, തിരമാലകൾ നിനക്ക് മുന്നിൽ വഴിമാറുന്ന.
പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ എന്നോട് പ്രവചിക്കാൻ പറയുന്നു. മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചത് എന്തോ ആത്മാവ് ആരോടോ പ്രവചിക്കുകയാ. മുന്നോട്ടെടുത്ത് വെച്ച സ്റ്റെപ്പുകളെ പൂർത്തീകരിക്കുവാൻ കഴിയാതെ ഈ 12-ാം മാസം പാതി വഴിയിൽ ഇട്ടിരിക്കുന്ന ആരെയോ പരിശുദ്ധയാത്മാവ് തൊടുന്നെന്ന് ഇന്ന് ആത്മാവ് ആരോടോ പ്രവചിക്കുകയാ. ഓരകരമനഹദരിയാതന ചില കാറ്റുകൾ വന്ന് നീ എടുത്തു വെച്ച സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുവാൻ കഴിയാതെ, എടുത്തു വെച്ചത് ഹല്ലേലൂയ മുന്നോട്ട് നീക്കുവാൻ കഴിയാതെ പാതി വഴിയിൽ പെൻഡിങ് ആയിരിക്കുന്ന ചിലതിൻ്റെ മേ ഇന്ന് കർത്താവിൻ്റെ കരമിറങ്ങുകയാണെന്ന് ആത്മാവ് പ്രവചിക്കുന്നല്ലോ. ആത്മാവ് പ്രവചിക്കുന്നു, നിന്നെ കൊണ്ട് പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ചിലത് പൂർത്തീകരിപ്പിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ആത്മാവിൽ ആരാധിക്കുന്നവനെ കൊണ്ട്, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് ഹല്ലേലൂയ ചിലത് പൂർത്തീകരിക്കുന്ന ഒരു ദൈവം. ദൈവം കർത്താവ് ചിലതിനെ ശാസിച്ചാൽ പിന്നെ നിന്റെ ജീവിതത്തിന് അത് ഭയങ്കര സ്മൂത്തായ ഒരു അനുഭവമാണ്. ഇവരുടെ യാത്ര തുടങ്ങി, പ്രശ്നം വന്നു. യേശു കർത്താവ് 4-ാം യാമത്തിനകത്ത് ഇറങ്ങി വന്നു. കാറ്റിനെ, കടലിനെയൊക്കെ, തിരമാലകളെയൊക്കെ ശാന്തമാക്കി. പരിശുദ്ധാത്മാവ് ഇപ്പൊ അങ്ങനെ എന്നോട് പ്രവചിക്കാൻ പറയുന്നു. ഈ മിനിറ്റില് ചിലത് ശാന്തമാകുകയാ. എന്തോ പദം ഒത്തിരി ശക്തമായി പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ചിലത് ശാന്തമാകുന്നു. അടങ്ങുവാൻ കഴിയാത്തത്, നിനക്ക് ശാന്തമാക്കാൻ കഴിയാത്ത ചില വിഷയം. എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. നിനക്ക് ശാന്തമാക്കുവാൻ നീ പലതവണ പരിശ്രമിച്ചിട്ടും നിനക്ക് ശാന്തമാക്കുവാൻ കഴിയാത്ത വിഷയത്തിനകത്ത് ഇന്ന് പകൽ കർത്താവിൻ്റെ കരമിറങ്ങുകയാണെന്ന് ആത്മാവ് ആലോചന കൈമാറുകയാ. കർത്താവിൻ്റെ കരമിറങ്ങുകയാ. ഇന്ന് കർത്താവ് നിന്നെ തൊടുന്നെന്ന് കർത്താവ് ചിലരെ തൊടുകയാ. നിന്റെ വീടിൻ്റെ അന്തരീക്ഷം ശാന്തമാകുകയാ. നീ ഒന്നിപ്പിച്ചിട്ടൊന്നിക്കാൻ കഴിയാത്തത്, നീ വിചാരിച്ചിട്ട് പോലും നടക്കാത്തത്, പലതവണ നീ ശ്രമിച്ചിട്ടും നടക്കാത്തത്, ഇന്ന് പകൽ ഇവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ അന്തരീക്ഷം ശാന്തമാകുന്നു. വീടിന്റെ സ്ഥിതികൾ ശാന്തമാകും. തിരമാലകളാണ് വലഞ്ഞു. അങ്ങനെ പദം എഴുതിയിരിക്കുന്ന തിരമാലകളാൽ വലഞ്ഞിരുന്നു. ഹല്ലേലൂയ. വലഞ്ഞ ചില വിഷയമില്ലേ? വലയ്ക്കുന്ന ചില വിഷയമില്ലേ? വലയ്ക്കുന്ന ചില വിഷയത്തെ കർത്താവിന്ന് തൊടുന്ന ആരോടോ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. നിന്നെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന ചില വിഷയം പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. നീ വലയ്ക്കുന്ന ചില വിഷയം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെ വലയ്ക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് പകൽ കർത്താവ് ശാന്തമാക്കുന്നെന്ന് ഹല്ലേലൂയ ആത്മാവ് പ്രവചിക്കുന്നു. ഹല്ലേലൂയ വലയ്ക്കുന്ന വിഷയങ്ങൾ ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ ദൈവം ശാന്തമാക്കുന്നു. നിങ്ങൾ അങ്ങനെ തന്നെ പറയുക, നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക. 11 മാസം നിങ്ങളെ വലച്ച ചില വിഷയം, 11 മാസം നിന്നെ കൊണ്ട് കഷ്ടപ്പെടുത്തിയ ചില വിഷയം, സ്വസ്ഥത കളഞ്ഞ വിഷയം, ആൻറ്റി ഉറക്കം നഷ്ടപ്പെട്ടത്, സമാധാനം നഷ്ടപ്പെട്ടത്,
ഒരുപക്ഷെ വെക്കുന്ന ഫുഡ് പോലും നേരെ ചൊവ്വെ കഴിക്കാൻ കഴിയാതെ ഇരുന്നത് എന്നോ അങ്ങനെയൊക്കെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നല്ലോ. ഹല്ലേലൂയ. വലഞ്ഞ വിഷയമായിട്ട് കുറെ, എവിടുന്ന് എനിക്ക് ഈ വിഷയത്തിനകത്ത് പരിഹാരം കിട്ടും, എങ്ങനെ ഈ വിഷയത്തിനകത്ത് മറുപടി ഉണ്ടാകും, എങ്ങനെ ഈ വിഷയം എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും, ആരോട് ഞാൻ ഇതൊക്കെ പറയും, ആരുടെ അടുക്കൽ നിന്ന് എനിക്കിതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും, എന്തെന്റെ വിഷയത്തിനകത്തൊരു മറുപടി കാണുമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ 11 മാസം നിന്നെ വലച്ചില്ലേ, കഴിഞ്ഞ 11 മാസം നീ വലഞ്ഞില്ലേ, ആ വിഷയത്തിനകത്ത് ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക. ഓ, ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങുന്നു. ഇനി ആ വിഷയത്തിൽ വലയേണ്ടി വരത്തില്ലെന്ന് ഇന്ന് ആരോടോ പ്രവചിക്കുകയാ. ഇനി ആ വിഷയത്തിനകത്ത് ഹല്ലേലൂയ വലയേണ്ടി വരത്തില്ല. അജിത ചേച്ചി കഴിഞ്ഞ 11 മാസം വലഞ്ഞില്ലേ, ഒത്തിരി തിരമാലകൾ ഒന്ന് മാറി വന്നില്ലേ, ഹല്ലേലൂയ പടക് മുങ്ങുമെന്ന് തോന്നിയില്ലേ, പക്ഷെ മുക്കാതെ നിർത്തിയതിന്റെ പിന്നില് ഒരു 4-ാം യാമം വെളിപ്പെട്ടതാണെന്ന് ആ ദൈവത്തിന് ഇനിയും നിന്നെ മാനിക്കാൻ കഴിയുമെന്ന് ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽ ഉറപ്പു തരികയാ. ആ ദൈവത്തിന് ഇനിയും നിന്റെ ജീവിതത്തിനകത്ത് എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്ന്. ചില കൂടാരങ്ങൾക്കകത്തൊക്കെ ചില കാറ്റുകൾ ശാന്തമാകുന്നെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. വിശ്വസിക്കുക, ചില കാറ്റുകൾ ഇന്ന് ശാന്തമാകുകയാ. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ, ഇവിടെ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ വീടിനകത്തെ ചില കാറ്റുകളെ സ്വർഗത്തിലെ ദൈവം ശാന്തമാക്കുകയാ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നീ ഇന്ന് വീടിനകത്ത് മടങ്ങി ചെല്ലുമ്പോ ഒരു സമാധാനത്തിന്റെ ഈ പ്രതികൂലം അഴിച്ചുവിടുന്ന ശത്രു ചിന്തിക്കുന്ന എന്താണെന്നറിയാമോ? ഈ യാത്ര ഒറ്റയ്ക്കാ, നീ യാത്രയിൽ നിനക്കാരുമില്ല. ഞാൻ ചിന്തിക്കുന്നു, ഞാനങ്ങനെ പറയുകയാണേ, സത്യത്തിൽ പിശാച് എന്ത് മണ്ടത്തരവാ അല്ലേ, എന്ത് മണ്ടനാ. ഹല്ലേലൂയ. കാരണം യേശു കർത്താവ് നിർബന്ധിച്ച് എന്നെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിച്ചാൽ, യേശുവിൻ്റെ നിർബന്ധത്താൽ അല്ലെ ദൈവിക പദ്ധതിയാൽ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ പിന്നില് ഞാൻ അറിയാത്തൊരു കരമുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നത്തിനകത്ത്, നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് അതിൻ്റെ മറുപടി തരാൻ നിങ്ങൾ കാണാത്തൊരു കരം ഇതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ടാണ് മുങ്ങിപ്പോകാതെ ഇന്ന് നിന്നത്. ഹല്ലേലൂയ. കഴിക്കുന്ന ആഹാരത്തിന്റെ ബലത്തിലല്ല, ഹല്ലേലൂയ, നിൽക്കുന്ന സാഹചര്യം കൊണ്ടല്ല, നിന്റെ കയ്യിലുള്ള പണത്തിന്റെ ബലം കൊണ്ടല്ല, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല. ഹല്ലേലൂയ. ഓരോ 4-ാം യാമത്തിനകത്തോ നീ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോ, ഓരോ പ്രശ്നത്തിനകത്തോ നീ മുട്ടിലിരുന്ന് നിലവിളിക്കുമ്പോൾ നീ പോലും അറിയാത്തൊരു കരം ഇറങ്ങി വരുന്നത്. എത്രയോ തവണ നമ്മൾ കണ്ടും കാണാതെയും അറിഞ്ഞും അറിയാതെയും നമുക്ക് വേണ്ടി ആ കരം ഇറങ്ങി വന്നിട്ടുണ്ടെന്നറിയാമോ? എത്രയോ തവണ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ എന്നെ മുങ്ങിപ്പോകാമായിരുന്നു, എന്നെ തീർന്നു പോകാമായിരുന്നു ആൻറ്റി. പക്ഷേ ചില തിരമാലയൊക്കെ ആഞ്ഞടിച്ച് തണ്ട് വലിച്ച് ഇതെങ്ങനെങ്കിലും കരക്കടുപ്പിക്കണമല്ലോ, എങ്ങനെങ്കിലും വാക്തത്വത്തിലേക്ക് എത്തിക്കണമല്ലോ, എങ്ങനെങ്കിലും ആ വാക്തത്വം പിടിക്കണമല്ലോ എന്നുള്ള ഈ യാത്രക്കകത്തുണ്ടാകുന്ന പ്രശ്നമില്ലേ, ഉണ്ടാകുന്ന പ്രതിസന്ധിയില്ലേ, അതിനകത്ത് നീ പോലും അറിയാത്ത നിന്നെ ബലപ്പെടുത്തുന്ന ഒരു കരമുണ്ട്, നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്. അതാ ചൂരച്ചെടിയുടെ തണലിലോ, ഏതു സാഹചര്യത്തിനകത്തോ, ഏതു
മരുഭൂമിക്കകത്തോ ഏത് പ്രതിസന്ധിക്കകത്തോ ഏത് കാരാഗ്രഹത്തിനകത്തും ഇറങ്ങി വരുവാൻ അഭിഷേകം കത്തുന്ന ഞാൻ കാണുന്നല്ലോ. ചിലരുടെ കാരാഗ്രഹത്തിനകത്ത് ഒരു കരം ഇറങ്ങി വരികയാ. ചിലരുടെ വിഷയത്തിനകത്ത് ഇന്നൊരു പകലൊരു കരം ഇറങ്ങുകയാ. നീ ഇന്ന് കൊണ്ടുവന്ന വിഷയത്തിനകത്ത്, നീ ഇന്ന് കരഞ്ഞ വിഷയത്തിനകത്ത്, ഇന്ന് രാവിലെ നീ നിലവിളിച്ച വിഷയത്തിനകത്ത് ആത്മാവനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ഇന്ന് രാവിലെ നീ കരഞ്ഞ വിഷയമില്ലേ? ഇന്ന് രാവിലെ നീ നിലവിളിച്ച വിഷയമില്ലേ? ഇന്ന് രാവിലെ നീ ദൈവത്തോട് പറഞ്ഞ വിഷയമില്ലേ? അതിന്റെ അകത്ത് ഈ കരം ഇറങ്ങുകയാണ്. അതിന്റെ അകത്ത് ഈ കരം. പ്രതികൂലത്തിനകത്ത് നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ലെന്ന്, നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. ഒന്ന് മാറി തിരമാല അടിച്ചോട്ടെ, രണ്ടാമത്തെ തിരമാലയും അടിച്ചോട്ടെ, മുങ്ങുമെന്ന് തോന്നത്തേ ഉള്ളൂ. പക്ഷെ മുക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന്, മുങ്ങാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. സാഹചര്യം പറഞ്ഞവൻ മുങ്ങ്, നാട്ടുകാരി പറഞ്ഞവൻ മുങ്ങിപ്പോയി, അവൻ കടക്കണിയിലായി, അവന്റെ വീടിനകത്തിന് ഇല്ല, അവന്റെ തലമുറകളെ പിടിച്ചു കൊണ്ടുപോകുവാൻ പുറത്തു വന്ന് നിൽക്കുകയാ. സാഹചര്യം പറഞ്ഞവൻ അവസാനിച്ചു. പക്ഷേ വാഗ്ദത്തത്തിന്റെ പീക്ക് ടൈമില് നിനക്ക് വേണ്ടി ഒരു കരം ഇറങ്ങി വരികയാ. ദൈവമക്കളെ പിടിച്ചു കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്, പിടിച്ചു കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനു മുന്നേ നിന്റെ വീടിനകത്തൊരു ദൈവ പ്രവൃത്തി, അതിനു മുന്നേ നിന്റെ വ്യക്തിപരമായ ജീവിതം. എപ്പോഴും ചിന്തിക്കുന്ന ഒരു ഭാഗമാണ് പഴയ നിയമത്തിനകത്ത് കടക്കാര വീടിനകത്ത് വന്ന് നിന്ന് ആ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ പിടിച്ചു കൊണ്ടുപോകാൻ നിൽക്കുമ്പോ മുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല, മുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെയുള്ള അവസ്ഥയിലൂടെ ഒക്കെ കടന്നുപോയ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. തകരാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ലെന്ന്, ദേശത്ത് നിന്നെ കൂത്തുകാഴ്ചയ്ക്ക് വിട്ടുകൊടുക്കത്തില്ലെന്ന്, പിശാചിന് നിന്നെ അമ്മാനമാടാൻ വിട്ടുകൊടുക്കത്തില്ല. പിശാച് നിന്നെ തകർക്കുമെന്ന് പറയുന്നിടത്ത്, നിനക്ക് പ്രതീക്ഷകൾ മുഴുവനും അസ്തമിക്കുന്നിടത്ത് ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി. നോക്കിയിരിക്കുന്നവര് മുഴുവൻ പറയും, അയ്യോ തിരമാലകൾ വന്ന് മുങ്ങുന്നു, അക്കരെ എത്തത്തില്ല. യേശു അക്കരയിലേക്ക് പോകാനാ പറഞ്ഞു വിട്ടെ. പക്ഷെ സാഹചര്യം ഭയങ്കരവാ, സാഹചര്യം തകർച്ചയുടേതാ. അക്കരെ എത്താനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. എന്നാൽ ബാബ അങ്ങനെ വന്ന സാധ്യതകളൊന്നുമില്ലെന്ന് പറഞ്ഞ് കയറി വന്ന ആരെയോ ചില സാധ്യതകളുണ്ട് കേട്ടോ, ചില സാധ്യതകളുണ്ട്, ചില സാധ്യതകളുണ്ട്. സിസ്റ്ററെ, പരിശുദ്ധാത്മാവ് ഒത്തിരി ശക്തമായി പ്രവചിക്കുന്നു. സാധ്യതകളൊന്നും കാണുന്നില്ല ചില വിഷയത്തിനകത്ത്. നിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവനോട് പ്രവചിക്കുന്നു, 26 നിനക്ക് വേണ്ടി ചില സാധ്യതകളെ കർത്താവ് ഒരുക്കുമെന്ന്, നിനക്ക് വേണ്ടി ചില സാധ്യതകളെ ഒരുക്കുമെന്ന് ആത്മാവാലോചന കൈമാറുകയാ. എവിടെ ദൈവ സാന്നിധ്യമുണ്ടെന്ന് തെരഞ്ഞു നീ നടക്കുമ്പോ, എവിടെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞ് നീ ഓടി നടക്കുമ്പോ, കടക്കാരി വന്ന സഹോദരിയുടെ വീടിനകത്ത് നിൽക്കുമ്പോ
അവൾ ഓടിച്ചെന്ന് പ്രവാചകന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നതുപോലെ നീ സാന്നിധ്യത്തിനകത്തേക്ക് ഓടി ഓടി പോകുമ്പോ ചില സാധ്യതകളെ നിനക്ക് വേണ്ടി ദൈവം അവിടെ തെളിക്കുകയാ. നിന്റെ ഉള്ള അവസ്ഥക്കകത്ത് വെച്ച് ദൈവം പ്രതീക്ഷിക്കാത്ത ചില സാധ്യതകൾ നിനക്ക് വേണ്ടി ഒരുക്കുന്നു. എന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് പകലാരോടോ പ്രവചിക്കുന്നു. നിങ്ങളുടെ ഉള്ള അവസ്ഥക്കകത്തു വെച്ച് ചില പുതിയ സാധ്യതകൾ തെളിഞ്ഞു വരികയാ. ഈ ദൂതിനെ കർത്താവ് തിരിക്കുന്നല്ലോ, ഈ ദൂതിനെ കർത്താവ് തിരിക്കുന്നു. എനിക്കറിയത്തില്ല, ആത്മാവനോട് അങ്ങനെ തന്നെ പ്രവചിക്കാൻ പറയുന്നു. നിങ്ങളുടെ ഉള്ള സാഹചര്യം വെച്ച് ഈ 12-ാം മാസം ദൈവം ചിലത് തിരിച്ചു തരികയാ. വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. നിന്റെ ഏത് സാഹചര്യമാണെങ്കിലും, വല്ലാതെ വലഞ്ഞ സാഹചര്യമായിക്കൊള്ളട്ടെ, ഭയങ്കരമായിട്ട് തിരമാല കൊണ്ട് വലഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, പക്ഷെ ഇതിനകത്ത് കർത്താവിൻ്റെ കരമിറങ്ങും. തിരമാലകൾക്ക് നിന്നെ മുക്കിക്കളയാൻ പറ്റത്തില്ലെന്ന്, പ്രതിസന്ധിക്ക് നിന്നെ മുക്കിക്കളയാൻ പറ്റത്തില്ല. കാരണം ദൈവമാണ് നിന്നെ പറഞ്ഞയച്ചത്. കർത്താവാണ് നിന്നോട് യാത്ര ചെയ്യാൻ പറഞ്ഞത്. നിന്നെ വിളിച്ചിറക്കിയത് ദൈവമാണെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ കൊണ്ടുവന്നത് കർത്താവാണെങ്കിൽ, പാതി വഴിക്ക് നിന്റെ വാഗ്ദത്തം അവസാനിക്കത്തില്ലെന്ന്. അക്കരെ എത്തിക്കുന്നത് വരെ അക്കരയ്ക്കുള്ള യാത്രയ്ക്കകത്ത് നിൽക്കുന്ന എല്ലാ ഇരുളിന്റെ സാഹചര്യങ്ങളും, എല്ലാ തിരമാലകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ശാന്തമാകട്ടെ. എല്ലാ തിരമാലകളും യേശുവിന്റെ ആരാധിച്ചോ ചില തിരമാലകൾ ശാന്തമാകുകയാ. നിന്റെ യാത്രയ്ക്കകത്ത്, നിന്റെ വാഗ്ദത്തത്തിന് നേരെ, നീ പ്രാപിക്കേണ്ട നന്മകൾക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്ന ചില തിരമാലകൾ ഈ പകൽ ശാന്തമാകുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. എനിക്കറിയാം ചിലരുടെ മുന്നിലെ യാത്രകൾ സ്മൂത്ത് ആകുന്നു, ചിലരുടെ വഴികൾ സ്മൂത്ത് ആകുന്നു. യേശുവിന്റെ നാമത്തിൽ ചില കാറ്റുകൾ ശാന്തമാകുന്നു. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഒരു കാഴ്ച, ഹാർഡായിട്ടിരിക്കുന്ന ചില വിഷയങ്ങൾ, ഹാർഡായിട്ടിരിക്കുന്ന, സ്ട്രോങ് ആയിട്ട്, അതായത് പ്രതികൂലത്താൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ചില വിഷയങ്ങൾ കർത്താവ് ഭയങ്കരമായിട്ട് സ്മൂത്ത് ആക്കുന്നു. എനിക്കറിയത്തില്ല, ആത്മാവിനോട് അങ്ങനെ തന്നെ പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു പദം എന്നോട് പ്രവചിക്കുന്നു. ഹാർഡായ ചില നിയമക്കുരുക്കുകൾ, ശകലമനഹതരിയാതര, ഹാർഡായ ചില നിയമക്കുരുക്കുകൾ. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കുക. ഹാർഡായ ചില നിയമക്കുരുക്കുകളെ കർത്താവ് ഇന്ന് പകൽ നിനക്കു വേണ്ടി സാധ്യതകൾ കാണുന്നില്ല, സാഹചര്യങ്ങൾ കാണുന്നില്ല, പക്ഷെ നിനക്ക് വേണ്ടി കർത്താവ് ഭയങ്കര സോഫ്റ്റ് ആക്കുക. ചില വിഷയങ്ങൾ നിനക്ക് വേണ്ടി കർത്താവ് നിനക്ക് വേണ്ടി ചിലത് ഭയങ്കരമായി എനിക്കറിയത്തില്ല, ഭയങ്കര സോഫ്റ്റ് ആക്കുന്നത് പോലെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഈ മിനിറ്റില് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലതാ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലതാ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലതാ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലതാ. പരിശുദ്ധയാത്മാവ് പ്രവചിക്കുന്നു, ഹാർഡായ ചില വിഷയങ്ങൾ, ഹാർഡായ കട്ടികൂടിയ ചില തിരമാലകൾ ഇന്ന് സ്വർഗത്തിലെ ദൈവം ഭയങ്കരമായി ശാന്തമാക്കുന്നത് പോലെ,
സ്വർഗത്തിലെ ദൈവം ഭയങ്കരമായി ശാന്തമാക്കുന്നു. പ്രാർത്ഥിച്ചോ ഈ ദിവസങ്ങളിൽ നിന്റെ വീടിനകത്ത് അത് സംഭവിക്കുന്നെന്ന്, വീടിനകത്ത് അത് സംഭവിക്കുന്നെന്ന്. ശിഷ്യന്മാർക്ക് ഈ തിരമാലകളെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇവര് യേശുവരെ അല്പവിശ്വാസികളെ എന്നൊക്കെ വിളിക്കുന്നത്. അവർക്ക് ഈ തിരമാലകളെ ശാന്തമാക്കുവാൻ കഴിഞ്ഞില്ല. ചില സാഹചര്യത്തിൽ നമുക്കും ചില തിരമാലകളൊക്കെ മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ട്. ചില വിഷയങ്ങളിൽ എന്ത് തീരുമാനമെടുക്കണം, എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സാഹചര്യം. അതായത് ഇതിനകത്ത് മുങ്ങുമെന്ന് നമ്മൾ സറണ്ടർ ചെയ്യുന്ന ഒരു സമയമുണ്ട്. അവസാനിക്കുമെന്ന് നമ്മൾ സ്വയമായി സറണ്ടർ ചെയ്യുന്ന ചില സമയം. പക്ഷേ ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, എവിടെ അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത് ദൈവം പുതിയത് ചിലത് ആരംഭിക്കുകയാ. ഓ ശകലമനഹതരിയാതന, ഈ 12-ാം മാസത്തില് നീ അവസാനിച്ചു എന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ, അവസാനിച്ചെന്ന് പറഞ്ഞ ചില പ്രശ്നങ്ങൾക്കകത്ത് കർത്താവിൻ്റെ കരമിറങ്ങുന്നെന്ന് ആത്മാവാലോചന കൈമാറുന്നു. ദൈവം അവിടെ ചിലത് ആരംഭിക്കുകയാ. അഭിഷിക്തനെ പരിശുദ്ധ ആത്മാവ് ഒത്തിരി ശക്തമായി പ്രവചിക്കുന്നു. അവസാനിച്ചു എന്ന് പറഞ്ഞ മണ്ണിനകത്ത് അവസാനിച്ചു, നിർത്തത്തില്ല എന്ന് പറഞ്ഞ കാറ്റുകൾ ആഞ്ഞാഞ്ഞു വീശുന്ന മണ്ണിനകത്ത് ദൈവം പുതിയത് ചിലത് ആരംഭിക്കുന്നു. ആത്മാവാലോചന കൈമാറുന്നു. ആത്മാവനോട് പ്രവചിക്കുന്നു, ഒരു ഇരട്ടി കൃപയോടെ ദൈവം ഇന്ന് പകൽ നിന്നെ അവിടെ അയക്കുകയാ. ഒരു ഇരട്ടി അഭിഷേകത്തോടെ അങ്ങയെ ദൈവം ആ മണ്ണിനകത്ത് അയക്കുകയാ. അങ്ങയെ കൊണ്ട് അവിടെ ദൈവത്തിന് ചിലത് ചെയ്യിപ്പിക്കാനുണ്ടെന്ന്. നിർത്തത്തില്ലെന്ന് പറഞ്ഞിടത്ത് തിരമാലകൾ കൊണ്ടുവന്ന നിന്റെ പടകിനെ തകർക്കുമെന്ന് പറഞ്ഞിടത്ത് ഈശാന മൂലൻ ഒന്ന് മാറി അടിച്ച് നിന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിടത്ത് ദൈവം നിന്റെ കുറ്റിയെ ഉറപ്പിക്കുന്നു. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിക്കുക. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ദൂതിന് ആമേൻ പറയുക. ദൈവം ചിലതിന്റെ കുറ്റിയെ ഉറപ്പിക്കുന്ന, ഓ ചില കാറ്റുകൾക്ക് മുന്നിൽ ചില കുറ്റികളെ ഉറക്കുന്ന, ചില വീടിന്റെ കുറ്റികൾ ഉറക്കുകയാ. ചില വാഗ്ദത്തങ്ങൾ ഉറക്കുകയാ. ചില കേട്ട വാഗ്ദത്തങ്ങൾ ഉറക്കുന്ന, നിങ്ങൾ കേട്ട ദൈവ ശബ്ദത്തിനകത്ത് ഇന്ന് പകൽ ദൈവം നിങ്ങളെ ഉറപ്പിക്കുകയാണ്. ഒരു തിരമാലയ്ക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ലെന്ന്. ഒരാഭിചാരത്തിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ലെന്ന്. ഒരു പോരാട്ടത്തിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. നിനക്ക് വേണ്ടി ഇറങ്ങുന്ന നിന്നെ തകർക്കാൻ നോക്കുന്ന ചിലതിന്റെ മുന്നില് ദൈവം നിന്നെ രാജകീയ അഭിഷേകത്തോടെ വാഴിക്കാൻ തുടങ്ങുകയാ. നിന്നെ ഇല്ലാതാക്കാൻ നോക്കുന്ന ചില കാറ്റിന്റെ മുന്നില് നീ ജീവിക്കാൻ തുടങ്ങുകയാ. നീ ജീവിക്കാൻ തുടങ്ങുകയാ. നീ അഭിഷേകത്തോടെ നിൽക്കാൻ തുടങ്ങുകയാ. നീ അധികാരത്തോടെ നിൽക്കാൻ കരമടിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എനിക്കറിയാം ചിലതിനെയൊക്കെ കർത്താവ് ഇന്ന് ഉറപ്പിക്കുകയാ.
ചിലതിനെയൊക്കെ കർത്താവിന് ഉറപ്പിക്കുകയാ. ഇന്നലകളിൽ കാറ്റടിച്ച് ചെതറിച്ചെന്ന് പറഞ്ഞതിനെ, ഇന്നലകളിൽ കാറ്റടിച്ച് ചെതറിഞ്ഞെന്ന് പറഞ്ഞതിനെ ഇന്ന് സ്വർഗത്തിലെ ദൈവം ശാന്തമാക്കി. ദൈവം ഇന്ന് ഉറപ്പിക്കുന്നു. ഓ ചുടബലബരഗശ്യാധര, യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം ചലനത്തിനെ ഉറപ്പിക്കുന്നു. ഓ റിബലബരവശി ലഖരബരബലവശ്യാധര, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില മേഖലകളില് ചില തിരമാലകൾ ശാന്തമാകട്ടെ. ആഞ്ഞടിക്കുന്ന ചില കാറ്റുകൾ, ചില തിരമാലകൾ യേശുവിന്റെ നാമത്തിൽ ആത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ചില കാറ്റുകളെ, ചില തിരമാലകളെ നിനക്ക് വേണ്ടി കർത്താവ് കൈകാര്യം ചെയ്യാൻ തുടങ്ങുകയാ. നിനക്ക് വേണ്ടി കർത്താവ് കൈകാര്യം ചെയ്യാൻ തുടങ്ങുകയാ. നിനക്ക് വേണ്ടി കർത്താവ് കൈകാര്യം ചെയ്യാൻ തുടങ്ങുകയാ. നീ ആ വിഷയത്തിനകത്ത് അധികം സ്ട്രഗിൾ ചെയ്യണ്ട. ഇനി നിങ്ങൾ ആ വിഷയത്തിനകത്ത് അധികം കഷ്ടപ്പെടണ്ട, അധികം കഷ്ടപ്പെടണ്ട. ദൈവം നിനക്ക് വേണ്ടി ഇടപെടുന്ന പകല, ദൈവം നിനക്ക് വേണ്ടി ഇടപെടുന്ന പകല. ഇന്നലകളിൽ ഒത്തിരി വലഞ്ഞു, ഇന്നലകളിൽ ഒത്തിരി കഷ്ടപ്പെട്ടു, ഇന്നലകളിൽ ഒത്തിരി ഹല്ലേലൂയ നെടുവീർപ്പെട്ടു, ഇന്നലകളിൽ ഒത്തിരി ഭാരപ്പെട്ടു. ഇന്ന് പകൽ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി. കാറ്റ് പ്രതികൂലമാകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞ ആരോ പരിശുദ്ധാത്മാവിനെ തൊടുന്നു. സാഹചര്യം ഒത്തിരി പ്രതികൂലമാ, ഒട്ടും ശാന്തമല്ലാത്ത അന്തരീക്ഷം. പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ, പ്രാർത്ഥിച്ചേ. വായികളെ തുറന്ന് പ്രാർത്ഥിച്ചേ. ഈ മിനിറ്റിൽ കർത്താവ് ചിലത് ശാന്തമാക്കുന്നു. വലയുന്ന, കഷ്ടപ്പെടുന്ന, നെടുവീർപ്പെടുന്ന, കരയുന്ന ചില വിഷയം ആത്മാവ് പ്രവചിക്കുന്നു. ചിലത് ശാന്തമാകുന്നു. ഇന്നലകളിൽ അടങ്ങാത്ത ചിലത്, ഓ ഇന്നെന്തോ ആത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്നല്ലോ. ഇന്നലകളിൽ അടങ്ങാത്ത ചിലതിനെ ഇന്ന് പകൽ കർത്താവ് ശാന്തമാക്കുകയാ. ഇന്ന് പകൽ ദൈവം ശാന്തമാക്കുകയാ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കർത്താവ് ചില ദൈവപ്രവർത്തികൾ വീടിനകത്ത് അയക്കുമെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ അന്തരീക്ഷം ശാന്തമാകട്ടെ. ഈ തിരമാലകളൊന്നും കണ്ട് ഭയപ്പെടണ്ട. ഈ പ്രതിസന്ധിയൊക്കെ കണ്ട് നിങ്ങൾ ഭയപ്പെടണ്ടെന്ന്. ചിലതിനകത്ത് ധൈര്യമായിട്ട് നിൽക്ക്. ഇത് കൊണ്ടുവരുന്ന എന്തിനാണെന്നറിയാമോ? നിന്നെ കൊണ്ട് പറയണം, അക്കരെ എത്തത്തില്ല, വാഗ്ദത്തം പ്രാപിക്കത്തില്ല, കേട്ട ദൈവശബ്ദം ഞാൻ കാണത്തില്ല. ഇത് നിന്നെ കൊണ്ട് പറയിപ്പിക്കണം. എന്ന് വെച്ചാൽ നീ വാഗ്ദത്തത്തിൽ മടുപ്പിക്കണം. ഒരു വലിയ ദൈവ നിയോഗം എടുത്തിട്ട് ഒരു വലിയ ദൈവിക പദ്ധതിയിലേക്ക് കാലുവെക്കുമ്പോൾ അറിയാതെ ചില മടുപ്പുകൾ തോന്നാറില്ലേ? ചില സാഹചര്യമൊക്കെ വരുമ്പോൾ അറിയാതെ ചില മടുപ്പുകൾ. ഹല്ലേലൂയ. ചിലതൊക്കെ കാണുമ്പോൾ അറിയാതെ ചില മടുപ്പ് തോന്നാറുണ്ട്. ഒരു ഉദാഹരണത്തിന്
അനുഭവം പോലെ അങ്ങ് പറയാം. ഈ ബിൽഡിങ് ഒരു വർഷം മേളിലായി ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. അന്ന് ഇത്രയും മനോഹരമൊന്നുമല്ല. ഇവിടെ വന്ന് നോക്കിയിട്ടൊക്കെ പോയി. പലതവണ വന്നു, റേറ്റ് കൊണ്ടൊന്നും നമുക്കൊക്കുന്നില്ല. പിന്നെയും വന്നു, അവരെ പിന്നെയും വിളിക്കും. എന്നിട്ട് പിന്നെ ഈ ദേശത്തുള്ള പല ബിൽഡിങ്ങുകളും ഞങ്ങൾ നോക്കി. ഇപ്പം ഇവിടെ വന്നിട്ട് വാട്ടർ കണക്ഷൻ ഇതിനകത്തില്ല, കറണ്ട് ഇലക്ട്രിസിറ്റി ഇല്ല, ബാത്റൂമിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഒത്തിരി കുറവുകളുണ്ട്. എങ്കിലും ഇതെല്ലാം ശരിയാക്കാമെന്നുള്ള വിശ്വാസത്താൽ എടുത്തതിന് ശേഷം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ചിന്ത, വേറൊരു ബിൽഡിങ് നോക്കാമായിരുന്നു, വേറൊന്നും ശ്രമിക്കാമായിരുന്നു. ബാത്റൂം ഇല്ലല്ലോ, വെള്ളമില്ലല്ലോ, സാഹചര്യങ്ങളെ ചിന്തിക്കാൻ തുടങ്ങി. ഇതിനകത്ത് ഈ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്താലേ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. എങ്ങനാണ്? പക്ഷെ ഇന്നിവിടെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, ദൈവത്തിൻ്റെ പദ്ധതി എത്ര വലുതാണ്. ദൈവമക്കളെ, നിന്റെ വാഗ്ദത്തം കാണിക്കത്തില്ലെന്ന് പറഞ്ഞു കൊണ്ടിരുന്ന ചില സംശയങ്ങളുണ്ട്. എന്നെന്തോ നിങ്ങളോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാ. ആലയത്തിൽ വന്ന് ദൈവശബ്ദം കേട്ടിട്ട് നീ ഇറങ്ങുമ്പോൾ വീടിനകത്തെ ചില കാറ്റുകൾ, വീടിനകത്തെ ചില പ്രതിസന്ധികൾ, വീടിനകത്തെ ചില ബുദ്ധിമുട്ടുകൾ, അത് നിന്നെ കൊണ്ട് നെഗറ്റീവുകൾ ചിന്തിപ്പിക്കുമ്പോൾ, പറയിപ്പിക്കുമ്പോൾ അകത്ത് കൃപ ലഭിച്ച ദൈവമക്കൾ പറയണം, ഇല്ല, ഈ കാറ്റിനകത്ത് എനിക്കൊരു 4-ാം യാമമുണ്ട്, ഈ കാറ്റിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. ചുമ്മാതെ ദൈവം എന്നെ ഒരിടത്ത് കൊണ്ടുപോകത്തില്ല, ചുമ്മാതെ ദൈവം എന്നെ ഒരിടത്ത് നടത്തില്ല, ചുമ്മാതെ കർത്താവ് എന്നെ ഒരിടത്തേക്ക് പറഞ്ഞു വിടത്തില്ല. അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരമാലകൾക്കകത്തുകൂടെ ഒരു ദൈവപ്രവൃത്തി എനിക്ക് വേണ്ടി. തിരമാലകൾക്കകത്തുകൂടെ എനിക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി ഇറങ്ങും, എനിക്ക് വേണ്ടി ഒരു ദൈവിക പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഭയങ്കരമായിട്ട് വലഞ്ഞിവർ കഷ്ടപ്പെട്ടു. പക്ഷേ തക്ക സമയത്ത്, അതുകൊണ്ട് വചനം പറയുന്നേ, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ, അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ എനിക്കൊരു തക്ക സമയമുണ്ട്. ദൈവമക്കളെ, എന്നും 365 ദിവസവും നീ തിരമാല അനുഭവിക്കത്തില്ല, കഷ്ടത അനുഭവിക്കത്തില്ല. നിനക്കൊരു തക്ക സമയം ഉണ്ടെന്ന്. പക്ഷെ പലപ്പോഴും താണിരിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടോ? നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ സംശയങ്ങൾ കൊണ്ട്, ഹൃദയത്തിനകത്ത് നെഗറ്റീവായ പദങ്ങൾ കൊണ്ട് വാഗ്ദത്തത്തെ പിന്നെയും ഡിലേ ചെയ്യിപ്പിക്കും. ഇസ്രായേൽ ജനത്തിനും പറ്റിയതാ. പിന്നെയും നീണ്ട വർഷങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഈ 12-ാം മാസത്തില് ഞാൻ നിങ്ങളോട് ആത്മാവിൽ പ്രവചിക്കുകയാ, തിരമാലകൾ വരുമ്പോൾ നിന്റെ നാവിൽ നിന്നറിയാതെ പോലും ഒരു നെഗറ്റീവ് ഉണ്ടാകരുത്. നിങ്ങളുടെ നാവിൽ നിന്നറിയാതെ പോലും ഒരു വാക്കുണ്ടാകരുത്. ഒരു കാര്യം മനസ്സിലാക്കുക, തിരമാലകൾക്ക് അവസാനം ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. തിരമാലകൾക്ക് അവസാനം ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. ചുമ്മാതൊരു കാറ്റ് നിന്റെ ജീവിതത്തിനകത്ത് അടിക്കത്തില്ല, ചുമ്മാതൊരു പ്രതികൂലം നിന്റെ ജീവിതത്തിനകത്ത് അടിക്കത്തില്ല, ചുമ്മാതൊരു കഷ്ടത നിന്റെ ജീവിതത്തിനകത്ത് വരത്തില്ല. ആ കഷ്ടതയ്ക്കകത്തൊരു ദൈവപ്രവൃത്തി മറഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് ലാസറിന്റെ കാര്യം പറഞ്ഞ് ഇത് മരണത്തിനല്ല, ഇത് മരണത്തിനല്ല, അവിടെ ദൈവപുത്രൻ മഹത്വം എടുക്കുവാൻ, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ്. ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി, നിങ്ങളുടെ കുടുംബങ്ങളെ നോക്കി ആ പദം പ്രവചിക്കുകയാ. ചില തിരമാലകൾ ദൈവനാമ മഹത്വത്തിനാകാൻ പോകുകയാ.
വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, സിസ്റ്ററേ ഹല്ലേലൂയ, ഈ തിരമാലകളോ, ഈ പ്രതിസന്ധിയോ, ഈ കഷ്ടതയോ, ഇതെങ്ങനെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല, എനിക്കിത് അഭിമുഖീകരിക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നില്ല, ഞാൻ മുങ്ങിപ്പോകുമെന്നല്ലേ ഉള്ളൂ, മുങ്ങത്തില്ലെന്നേ, മുങ്ങത്തില്ല. അങ്ങനെ വിശ്വസിക്കേ. മുങ്ങിപ്പോകുമെന്നുള്ള ഭയമേ വരാം. മുങ്ങാൻ ഞാൻ മുങ്ങുന്ന സമയം വരുമ്പോൾ ഞാൻ അങ്ങ് ചിന്തിക്കുകയാണ്, ഞാൻ മുങ്ങി തിരമാലകൾ പൊങ്ങി വന്ന് ഹല്ലേലൂയ എൻ്റെ തലയ്ക്ക് മുകളിലെത്തുമെന്ന് തോന്നുന്ന സാഹചര്യം വരുമ്പോൾ അടുത്തത് ഞാൻ താഴേക്ക് പോകുകയാണ്. അടുത്ത സെക്കൻഡിൽ ആ സാഹചര്യത്തിൽ ഒരു കരമിറങ്ങുകയാ. എന്തിനാണെന്നറിയാമോ? ഇല്ല കുഞ്ഞെ, നീ മുങ്ങത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ പിടിച്ചു കയറ്റുവാൻ. കുഞ്ഞെ, നീ ഒറ്റയ്ക്കല്ല. ഈ പ്രതികൂലത്തിനകത്ത് നീ ഒറ്റയ്ക്കല്ല. ഈ പ്രതിസന്ധിക്കകത്ത് നീ ഒറ്റയ്ക്കല്ല. ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന അപ്പന്റെ കരം ഇന്ന് പകൽ ആരുടെയൊക്കെയോ കരത്തിനകത്തേക്ക് ആ കരം വന്ന് വീഴുന്ന ഞാൻ കാണുന്നു. നിങ്ങളുടെ കരത്തിനകത്ത് ആ കരം വീഴുന്ന ഞാൻ കാണുന്നു. നിങ്ങളുടെ കരത്തിനകത്ത് ആ കരം വന്ന് വീഴുന്ന ഞാൻ കാണുന്നു. കരയുന്ന കുഞ്ഞെ, ഇനിയില്ല, പ്രതീക്ഷയില്ലെന്ന് പറയുന്നവരെ, പ്രതീക്ഷിക്കുവാൻ നിനക്കൊരു ദൈവമുണ്ട്. വിഷയത്തിനകത്ത് നീ ഒറ്റയ്ക്കല്ലെന്ന്, നിനക്കൊരു ഉടമസ്ഥനുണ്ട്. യേശുവിന്റെ അടുക്കൽ നിന്ന് അല്പം മാറിയപ്പോ തിരമാലകൾ വന്നത്. നീ യാത്രയ്ക്ക് ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോഴാ എവിടുന്നെങ്കിലുമൊക്കെ നീ അറിയാത്ത പ്രതികൂലം എഴുന്നേറ്റ് വരുന്നത്. പരിശുദ്ധാത്മാവിൽ ആരോടോ പ്രവചിക്കുകയാ, ചില പ്രതികൂലം ശാന്തമാകുന്നു. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഈ കാറ്റുകൾക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഇന്ന് സ്വർഗത്തിലെ ദൈവം നിന്നെ ഉറപ്പിക്കുകയാ, ഒന്നുകൊണ്ടും നിന്നെ തകർക്കാൻ പിശാചിന് പറ്റത്തില്ല. ഒരുപക്ഷെ നിനക്കെതിരെ ആഭിചാരം ചെയ്യുന്നവർ മാറി ഒന്ന് മാറി അടുത്തത് കഴിയുമ്പോൾ അടുത്തത്, അത് കഴിയുമ്പോൾ അടുത്തത്, ഹല്ലേലൂയ, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ നിന്നെ തകർക്കാൻ നോക്കുമ്പോ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, കാറ്റുകൾക്ക് മുന്നില്, പ്രതികൂലത്തിന്റെ മുന്നില് ദൈവത്തിന്റെ കരം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഇറങ്ങുകയാ. യേശു നിന്റെ കൂടെ ഉണ്ട്. പറഞ്ഞേ, യേശു എൻ്റെ കൂടെ ഉണ്ട്. യേശു എൻ്റെ തിരമാലയ്ക്കകത്ത് ഇറങ്ങി വരും. യേശു എൻ്റെ പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വരും. യേശു എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ട്. ഈ ഒരു ഉറപ്പുണ്ടെങ്കിൽ, ഈ ഒരു ഉറപ്പകത്തുണ്ടെങ്കിൽ, സിസ്റ്ററെ, പ്രതികൂലം നിന്നെ മുക്കത്തില്ല, പ്രതിസന്ധി മുക്കത്തില്ലെന്ന്. തകർച്ചയ്ക്കകത്ത് പണിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. തകർച്ചയ്ക്കകത്ത് തകരാൻ പിന്നെയും വിട്ടുകൊടുക്കത്തില്ല. തകർച്ചയ്ക്കകത്തു നിന്ന് എനിക്കറിയത്തില്ല, തകർന്ന ആരെയോ കർത്താവിന്ന് പകല് പണിയുകയാ, ഉടഞ്ഞ ആരെയോ കർത്താവിന്ന് പകല് പണിയുകയാ.
തള്ളപ്പെട്ട ആരെയോ കർത്താവിന്ന് പണിയുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. നിന്റെ തിരമാലകൾക്ക് നടുവിലൂടെ ഇന്ന് പകൽ കർത്താവ് ഇറങ്ങി വരുന്നല്ലോ. തിരമാലകൾക്ക് നടുവിലൂടെ കർത്താവ് ഇറങ്ങി വരുന്നല്ലോ. പ്രതിസന്ധിക്ക് നടുവിലൂടെ കർത്താവ് ഇറങ്ങുന്നല്ലോ. വായ്കളെ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഈ അന്തരീക്ഷം പ്രാർത്ഥനയാൽ നിറയപ്പെടട്ടെ. വിശ്വാസമാ പടകിൽ യാത്ര ചെയ്യുമ്പോൾ പാടിയാട്ട സഭ ചേർന്ന് വിശ്വാസമാ പടകിൽ യാത്ര സഭ ശബ്ദമുയർത്തി ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. വിശ്വാസത്തോടെ പാടിയാട്ടെ. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള. പാടിയാട്ടെ എല്ലാവരും വായ്കളെ തുറന്ന. കാറ്റിനെയും ചേർന്ന് പാടിയാട്ടെ സഭ. നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലും. പറ്റുമെങ്കിൽ കരമെല്ലാം ഉയർത്തി. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ചില തിരമാലകള് കീറി മുറിച്ച് കടക്കുവാ. ചില പ്രതികൂലത്തെ കീറി മുറിച്ച് കടക്കുവാ. ഇന്ന് പകൽ നിന്റെ മേലൊരു അഭിഷേകം ദൈവം തുറക്കുകയാ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഒരു വലിയ അഭിഷേകം ദൈവം നിന്നെ വിടുവിക്കുന്ന. ചില പ്രതിസന്ധിക്കകത്തു നിന്ന് ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കുന്ന. ചില പ്രതികൂലത്തിനകത്തു നിന്ന് ഇന്ന് പകൽ ദൈവം നിന്നെ അഭിഷേകത്തോടെ നിർത്തുന്ന. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഇന്ന് മകൾ ചില രോഗങ്ങൾ സൗഖ്യമാകുന്നു. ചില രോഗങ്ങൾ സൗഖ്യമാകുന്നു യേശുവിന്റെ നാമത്തിൽ. ചില കെട്ടുകൾ അഴിയുന്നു. ചില പ്രതിസന്ധിക്കകത്ത് ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നല്ലോ. ചില പ്രതികൂലത്തിനകത്ത് കർത്താവിന്റെ കരം ഇറങ്ങുന്നു. വിശ്വസിക്കുക. ഹല്ലേലൂയ. കരമടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു ദൈവാത്മാവിന്റെ പകർച്ചകൾ യേശുവിന്റെ നാമത്തിൽ. ദൈവാത്മാവിന്റെ നിയോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ. വഴികൾ തുറന്നു വരട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കരമടിച്ച് ആത്മാവിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ചിലത് ശാന്തമാകുന്ന, ഇന്ന് പകൽ ചിലത് വഴിമാറുന്ന, നിനക്ക് മുന്നിൽ പ്രതികൂലമായി നിൽക്കുന്ന ചില മതിലുകൾ, നിന്റെ വാഗ്ദത്തത്തിന് മുന്നിൽ നിൽക്കുന്ന ചില തിരമാലകൾ, നിന്നെ മുക്കിക്കൊല്ലാൻ വരുന്ന ചില പ്രതിസന്ധികൾ യേശുവിന്റെ നാമത്തിൽ. ഓ
പ്രബലം. അഭിഷേകം ചലിക്കുന്നല്ലോ യേശുവിന്റെ നാമത്തിൽ. ദൈവ സാന്നിധ്യം ശക്തിയോടെ വെളിപ്പെടുന്ന ഞാൻ ആത്മാവിൽ കാണുകയാ. ചിലത് ശാന്തമാകുന്നു. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ മിനിറ്റുകളിൽ നിനക്കെതിരെ വരുന്ന ചില വെല്ലുവിളികൾ ശാന്തമാകുന്നു. നിനക്കെതിരെ നിൽക്കുന്ന ചില കെടുതികൾ ശാന്തമാകുന്നു. നിന്റെ വാഗ്ദത്തത്തിന് നേരെ നിൽക്കുന്ന ചിലത് തുറക്കുകയാ. ചില വാഗ്ദത്തങ്ങൾ നിനക്ക് മുന്നിൽ തുറക്കുകയാ. ചില ദൈവപ്രവൃത്തികൾ നിനക്ക് മുന്നിൽ തുറക്കുകയാ. ചില വാഗ്ദത്തത്തിന്റെ ഉറവകൾ തുറക്കുന്നു. നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ഇത് നിന്റെ 4ാം യാമത്തിന്റെ സീസണാ. ഇത് നിന്റെ 4ാം യാമത്തിന്റെ സീസണാ. അത് കാണാൻ നീ റെഡിയായിക്കൊള്ളാൻ. അത് കാണാൻ നീ റെഡിയായിക്കൊള്ളാൻ. പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുകയാ. ഇന്നലകളിൽ ഇരുട്ടുകൾ വന്ന്, ഇന്നലകളിൽ പ്രതികൂലം വന്ന്, ഇന്നലകളിൽ കാറ്റ് വന്ന്, ഇന്നലകളിൽ കോള് വന്ന്, ഇന്നലകളിൽ ഹല്ലേലൂയ പ്രതിസന്ധി വന്ന് ഇത് കാണിക്കത്തില്ലെന്ന് പറഞ്ഞത് കർത്താവ് തുറക്കുക. പ്രാർത്ഥനയോടെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. പ്രാർത്ഥനയോടെ ഒരു മിനിറ്റുകൾ. ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾക്ക് വേണ്ടി